നമസ്കാരം. ഋഷിപ്രപ്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഗണപതി ഭഗവാന്റെ ചില ഇഷ്ടങ്ങളും വഴിപാടുകളിലെ വൈശിഷ്ട്യതകളും പ്രാധാന്യവും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. നിങ്ങൾക്ക് വിശേഷപ്പെട്ട അറിവ് നൽകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ദൈവങ്ങളിൽ പ്രഥമ ഗണനീയനാണ് ഗണപതി ഭഗവാൻ. അതുകൊണ്ട് തന്നെ ഭഗവാൻ ക്ഷിപ്രപ്രസാദി കൂടിയാണ്. ഏതൊരു ശുഭകാര്യങ്ങൾ തുടങ്ങുന്നതിന് മുമ്പും വിനായകനെ സ്മരിക്കുന്നത് വളരെ വിശേഷമാണ്. ഗണപതിക്ക് പ്രിയപ്പെട്ട പുഷ്പം എരിക്കിൻ പൂവാണ്. കറുകമാല സമർപ്പിക്കുന്നതും ഗണപതിക്ക് വിശേഷമാണ്. മുക്കൂറ്റി ഹോമിക്കുന്നതും ഗണപതി ഭഗവാന് ഇഷ്ടമുള്ള കാര്യമാണ്. കൂടാതെ കൊഴിക്കട്ട അഥവാ മോദകം നേദിച്ചുകൊണ്ട് ഏത്തമിട്ട് പ്രാർത്ഥിച്ച് ഈ മാലകളൊക്കെ സമർപ്പിക്കുന്നത് ഉദ്ദിഷ്ട കാര്യപ്രാപ്തിക്ക് ഗുണപ്രദമാണ്. ഇനി നമുക്ക് ഗണപതിക്ക് ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങളുടെ വിശേഷങ്ങൾ ഒന്ന് പറഞ്ഞു പോകാം. അതിൽ പ്രധാനം കറുക എന്നുള്ളതാണ്. ദേവന്മാരെ അതിക്രൂരമായിട്ട് പീഡിപ്പിച്ച അനലാസുരൻ എന്ന അസുരനുമായി ഗണപതി ഭഗവാൻ യുദ്ധം ചെയ്യുകയുണ്ടായി. അനലൻ എന്നാൽ അഗ്നി എന്നാണ് അർത്ഥം. യുദ്ധത്തിനൊടുവിൽ അനലാസുരനെ ഗണപതി ഭഗവാൻ കീഴ്പ്പെടുത്തുകയുണ്ടായി. അസുരനെ തന്റെ വായിലിട്ട് വിഴുങ്ങി എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. ഉള്ളിൽ ചെന്നയുടൻ തന്നെ ഗണപതിക്ക് ചൂട് അസഹ്യമായി തുടങ്ങി. ആ ചൂട് ശമിപ്പിക്കുന്നതിനായി കശ്യപ മഹർഷി അതീവ ഔഷധ ഗുണമുള്ള കറുക നീര് നൽകി എന്നാണ്. അത് സേവിച്ച ഉടൻ തന്നെ അനലാസുരന്റെ ചൂട് നഷ്ടപ്പെടുകയുണ്ടായി. അങ്ങനെ ഗണപതിയുടെ ഉഷ്ണവും ശമിക്കുകയുണ്ടായി. അന്നു മുതലാണ് ഗണപതി ഭഗവാന് കറുകമാല അണിയിപ്പിക്കുന്ന വിശേഷ വഴിപാടിന്റെ ആവിർഭാവം. അങ്ങനെയാണ് ഗണപതി ഭഗവാന് കറുക സമർപ്പിക്കുന്നത് വിശേഷമായി വന്നത്. ഇനി നമുക്ക് ഗണപതി ഭഗവാന് പ്രിയമായിട്ടുള്ള ഏത്തമിടലിന്റെ ഐതിഹ്യം കൂടി ഒന്ന് പറഞ്ഞു പോകാം. ഒരിക്കൽ ഗണപതി ഭഗവാൻ ഒരു കുസൃതി കാണിക്കുകയുണ്ടായി. വിഷ്ണു ഭഗവാന്റെ സുദർശന ചക്രം അപഹരിച്ച് അത് കുസൃതി നിറഞ്ഞ ചിന്തയോടുകൂടി വായിലിട്ടു എന്നാണ്. ബലവാനും ബാലനുമായിട്ടുള്ള ഗണപതിയിൽ നിന്ന് സുദർശന ചക്രം വീണ്ടെടുക്കാൻ ഒരു മാർഗവുമില്ലാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു വിഷ്ണു ഭഗവാൻ. എങ്ങനെയെങ്കിലും ഗണപതി ഭഗവാനെ പ്രീണിപ്പിക്കുക, അല്ലെങ്കിൽ പ്രസാദിപ്പിക്കുക, സന്തോഷിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി അദ്ദേഹം നിരവധിയായിട്ടുള്ള ഗോഷ്ഠികൾ കാണിച്ചു എന്നുള്ളതാണ്. ഗണപതി ഭഗവാനെ ചിരിപ്പിക്കുക എന്നുള്ളതായിരുന്നു വിഷ്ണു ഭഗവാന്റെ ഉദ്ദേശം. അതിനായിട്ട് യോഗശാസ്ത്രത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ഏത്തമിടിൽ അദ്ദേഹം അനുഷ്ഠിക്കുകയുണ്ടായി. വിഷ്ണു ഭഗവാന്റെ ഇത്തരം ലീലാവിലാസങ്ങൾ കണ്ട് ഗണപതി ഭഗവാൻ പൊട്ടിച്ചിരിക്കുകയുണ്ടായി. അങ്ങനെ ആ പൊട്ടിച്ചിരിയിൽ ഗണപതി ഭഗവാന്റെ വായിൽ നിന്ന് ശ്രീചക്രം തെറിച്ചു പോവുകയുണ്ടായി. അപ്രകാരം ഭഗവാൻ പ്രതീക്ഷിച്ചതുപോലെ ശ്രീചക്രം ഭഗവാന് ലഭിക്കുകയുണ്ടായി. അതിനുശേഷം ഏത്തമിടുന്നത് ഗണപതിക്ക് പ്രിയമായി വന്നു. ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്താൻ ഏറ്റവും വിശേഷമായിട്ടുള്ള മാർഗമാണ് ഏത്തമിടുക എന്നുള്ളത്. വിധിപ്രകാരം ഏത്തമിടുന്ന ഒരു വ്യക്തിക്ക് ആരോഗ്യ ഗുണങ്ങൾ ധാരാളമായിട്ട് ലഭിക്കുന്നതാണ്. ഇനി ഗണപതി ഭഗവാന് വിശേഷമായിട്ടുള്ള എരിക്കിൻ പൂവിന്റെ മഹാത്മ്യത്തെ കൂടി നമുക്കൊന്ന് പറയാം. അർക്കപുഷ്പം എന്നാണ് എരിക്കിൻ പൂവിന്റെ സംസ്കൃതത്തിലുള്ള നാമം. ഗണപതി പുഷ്പാഞ്ജലിക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള പുഷ്പമാണ് അർക്ക പുഷ്പം അഥവാ എരിക്കിൻ പൂവ്. സൂര്യന്റെ പേര് തന്നെയാണ് അർക്കൻ എന്നുള്ളത്. സൂര്യന് പ്രിയങ്കരമായിട്ടുള്ള ഈ പുഷ്പത്തെ ഗണപതി ഭഗവാന് ചാർത്തുന്ന പക്ഷം വിഘ്നങ്ങൾ അകലുന്നതോടൊപ്പം തന്നെ സൂര്യഭഗവാന്റെ പ്രീതിയും ലഭിക്കും. സൂര്യഭഗവാന്റെയും ഗണപതി ഭഗവാന്റെയും അനുഗ്രഹത്താൽ ആ വ്യക്തിക്ക് ആത്മബലവും ആരോഗ്യവും വർദ്ധിക്കും എന്നാണ്. ഇനി ഗണപതി ഭഗവാന് ഇഷ്ടനേദ്യമായിട്ടുള്ള കൊഴിക്കട്ട അഥവാ മോദകത്തിന്റെ വിശേഷങ്ങളൊന്ന് പറയാം. കൊഴിക്കട്ടയുടെ കൂർത്ത അഗ്രഭാഗം ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ് വിശ്വാസം. കൊഴിക്കട്ടയുടെ വെള്ള നിറത്തിലുള്ള പുറം ഭാഗമാകട്ടെ എല്ലാവർക്കും നിർമ്മലമായിട്ടുള്ള ഒരു ഹൃദയത്തെ പ്രദാനം ചെയ്യുന്നു. കൊഴിക്കട്ടയുടെ അകത്തുള്ള മധുരമാകട്ടെ ജീവിതത്തെ മധുരതരമാക്കുവാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം. ഇപ്രകാരം കൊഴിക്കട്ട അഥവാ മോദകം ഭക്തൻ ഭഗവാന് ദാനം ചെയ്യുമ്പോൾ ആ ഭക്തന് ജ്ഞാനവും ഹൃദയ നൈർമല്യം ലഭിക്കുന്നതും ജീവിതം മധുരതരമാകുന്നതുമാണ്. ഗണപതിക്ക് വളരെ ഇഷ്ടപ്പെട്ട ചില വിശേഷങ്ങളും അതിന്റെ ഐതിഹ്യങ്ങളും പ്രാധാന്യവുമാണ് ഈ വീഡിയോയിൽ പ്രതിപാദിച്ചത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.